അധ്യാപനം അനുഗ്രഹീതമാവുന്നത് പഠിപ്പിച്ച വിദ്യാർത്ഥികളെല്ലാം തന്നെ നല്ലൊരു നിലയിലെത്തി എന്നറിയുമ്പോഴാണ്. 3 പതിറ്റാണ്ടായി കെമിസ്ട്രി സബ്ജക്റ്റിലൂടെ നിരവധി വിദ്യാർത്ഥികൾക്ക് വഴികാട്ടിയായ വേൽമുരുകൻ സാർ. ഇപ്പോഴും മനോഹരമായ ചിരി മുഖത്ത് സമ്മാനിച്ചുകൊണ്ടാണ് വേൽമുരുകൻ സാർ വിദ്യാർത്ഥികളെ തൻ്റെ ക്ലാസ്സുകളിലേക്ക് അഭിസംബോധന ചെയ്യാറുള്ളത്. വളരെ സൗമ്യമായി സംസാരിച്ച് എത്ര സമയമെടുത്തും വിദ്യ പറഞ്ഞു കൊടുക്കുന്നതിൽ യാതൊരു മടിയുമില്ലാത്ത ഒരു മാതൃകാ അധ്യാപകൻ. ജീവിത വിജയം നേടിയ ഒരുപാട് വിദ്യാർത്ഥികളെ വേൽമുരുകൻ സാറിനറിയാം. ജീവിത വിജയം നേടിയ ഒരുപാട് വിദ്യാർത്ഥികൾക്കും വേൽമുരുകൻ സാറിനെയും അറിയാം. കേൾക്കാം വേൽമുരുകൻ സാറിൻ്റെ അധ്യാപന ജീവിതം. അധ്യാപകർക്ക് 3 പ്രണയങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സ്വയം പഠിക്കാനുള്ള സ്നേഹം, സ്വന്തം പഠിതാക്കളോടുള്ള സ്നേഹം. ഈ ആദ്യത്തെ 2 പ്രണയങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ഒരു സ്നേഹമുണ്ട്. അതായത് പഠിപ്പിക്കാനുള്ള സ്നേഹവും പഠിക്കുന്നവരോടുള്ള സ്നേഹവും ഒരുമിച്ച് കൊണ്ടുവരുന്നത്. അത് മഹത്തായ ഒരു കാര്യമാണ്. ഒരു ക്ലാസ്സിലേക്ക് കയറുമ്പോൾ വിദ്യാർത്ഥികളെല്ലാവരും ഒരേപോലെ ഒരു അധ്യാപകനെ ഏറ്റെടുക്കുന്നു. അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകൾക്കും കാതോർത്തിങ്ങനെ ഇരിക്കുകയാണ്. ആൻഡ് വിദ്യാർത്ഥികളെല്ലാം കെമിസ്ട്രി എന്ന സബ്ജക്റ്റിൽ ഏറ്റവും അധികം ബഹുമാനത്തോടു കൂടി സ്വീകരിക്കുന്ന കാണുന്ന ഒരു വ്യക്തിയുണ്ട്, വേൽമുരുകൻ സാർ. ഇന്ന് നമ്മോടൊപ്പം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വേൽമുരുകൻ സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം. ബ്രില്യൻ്റിലെ ലെജൻസിനെ പരിചയപ്പെടുന്ന പ്രോഗ്രാമായ മീറ്റ് ദ ലെജൻസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം വേൽമുരുകൻ സാർ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. സാർ, തീർച്ചയായിട്ടും സാറിൻ്റെ വാക്കുകൾ കേൾക്കാൻ, സാറിൻ്റെ ജീവിതാനുഭവം, അധ്യാപന ജീവിതം ഒക്കെ കേൾക്കാൻ നമ്മുടെ വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒക്കെ കാത്തിരിക്കുകയാണ്. സാറിനോട് ആദ്യം തന്നെ ചോദിക്കുന്നത്, ബാല്യം മുതലേ ഉള്ളൊരു സ്വപ്നമായിരുന്നു അധ്യാപനം. എങ്ങനെയാണ് ആ ഒരു അധ്യാപനം എന്ന മേഖലയിലേക്ക് സാറ് കടന്നു വന്നത്? അതിലിപ്പോൾ നമ്മൾ ആദ്യമൊക്കെ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ സാധാരണ പഠിച്ചു പോവുക. അന്ന് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ പ്രീ ഡിഗ്രി ആയിരുന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് അങ്ങനെ PGക്ക് പോകുന്ന ആ ട്രെൻഡായിരുന്നു. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ എൻ്റെ കൂട്ടുകാരൊക്കെ പറയായിരുന്നു, നിനക്ക് പഠിപ്പിക്കാൻ നല്ല കഴിവുണ്ട് എന്ന്. അതായത് +1 +2 പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രിക്കൊക്കെ ആവുന്ന സമയത്താണ് അത് തിരിച്ചറിയുന്ന കുട്ടികൾ. അപ്പോൾ നീ പറഞ്ഞ മനസ്സിലാവും ഞങ്ങൾക്ക്. അതിലെൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, വിശ്വേശ്വർ എന്ന് പറഞ്ഞിട്ട്. അവനെ കൂടെ പറയായിരുന്നു, നീ പഠിപ്പിക്കാനാണ് ഏറ്റവും നല്ലത്, വേറൊരു തൊഴിൽ നിനക്ക് പറ്റില്ല എന്ന രൂപത്തിലായിരുന്നു നല്ല മികവുണ്ടെന്ന് എല്ലാവരും പറയായിരുന്നു. എനിക്കത് കൂട്ടുകാരുടെ ഇടയിൽ ഒരു ചെറിയ കമ്പൈൻ സ്റ്റഡി ഒക്കെ നടക്കുന്നതിൽ ആ സമയത്ത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരാളായിരുന്നു വേൽമുരുകൻ സാർ, അല്ലേ? അതെ. അപ്പം തന്നെ പറയായിരുന്നു, മുരുക നീ നന്നാവുക, ഏതായാലും ഈ ടീച്ചിങ് ഫീൽഡിലായിരിക്കും എന്നവർ പറയായിരുന്നു. അപ്പം എൻ്റെ അന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേ കുട്ടികൾക്കൊക്കെ അത്യാവശ്യം ട്യൂഷനൊക്കെ എടുക്കുമായിരുന്നു. അപ്പം അച്ഛൻ പറയുണ്ടായി, നിന്നെ അന്വേഷിച്ച് ഇത്രയും കുട്ടികളൊക്കെ വരുവാണെങ്കിൽ നിനക്ക് ഏതായാലും ഈ മേഖലയാണ് നല്ലത് എന്ന് പറയണ്ടായിരുന്നു. സാറ് പഠിക്കുന്ന കാലത്ത്, അല്ലേ, എനിക്ക് തോന്നുന്നു കോളേജൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ മറ്റു കുട്ടികളെ പഠിപ്പിക്കുക, സാറിൻ്റെ വാക്കുകൾ കേൾക്കാൻ അല്ലെങ്കിൽ സാറിൻ്റെ ക്ലാസ്സുകൾ കേൾക്കാനും ഒക്കെ അന്ന് മുതലേ ഒരു അധ്യാപകനാകുന്നതിന് മുൻപേ അധ്യാപനം എന്ന് പറയുന്ന തൊഴിലിനെ സ്വീകരിച്ച ആളാണ്. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും സാറിൻ്റെ ഒരു ജീവിത പശ്ചാത്തലമൊക്കെ ഒന്ന് പറയാമോ? അന്ന് സാർ എങ്ങനെയായിരുന്നു സാറിൻ്റെ ഒരു ജീവിതം? സാധാരണ പോലെ അന്ന് നമുക്കറിയാലോ, ആ കാലഘട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരുവിധം എല്ലായിടത്തും ബുദ്ധിമുട്ടുകൾ തന്നെയാണല്ലോ. അപ്പോൾ അതിലിപ്പോൾ ഞങ്ങൾ 6 പേരാണ്. അതിൽ ഞാനാണ് യങ്ങസ്റ്റ്. 3 ആണുങ്ങളും 3 പെണ്ണുങ്ങളും. അതിൽ ഞാൻ യങ്ങസ്റ്റാണ്. അപ്പോൾ കോളേജിലേക്ക് പോയത് ഞാൻ മാത്രമേ ഉള്ളൂ. അതിൽ അന്നത്തെ പശ്ചാത്തലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഫാമിലി സപ്പോർട്ട് ഉണ്ട്, അല്ലാതെ നമുക്ക് പറ്റില്ലല്ലോ. ഇപ്പോൾ കോളേജിൽ വിദ്യാഭ്യാസം ഞാൻ കോഴിക്കോട് മീഞ്ചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞു. അതുപോലെ സാമോറൻസ് കോളേജിൽ ഡിഗ്രി BSc കെമിസ്ട്രി. അങ്ങനെ തുടർന്നുള്ള വിദ്യാഭ്യാസമൊക്കെ അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ പോവുക ചെയ്തത്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ അത്യാവശ്യമൊക്കെ നമ്മൾ കുട്ടികളെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ചെറിയൊരു ഫീസ് എന്ന് പറയുന്നത് സത്യം പറയുകയാണെങ്കിൽ നമ്മൾ പഠിപ്പിച്ച് വിടുന്ന കുട്ടികൾ തന്നെ എല്ലാ മേഖലയിലും ഉണ്ടല്ലോ. അപ്പം ഞാനൊരു സ്ഥലത്ത് എവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് പരിചയമുള്ളൊരു കുട്ടി അവിടെ ഉണ്ടാവും. അതുകൊണ്ട് കൈസിയായിട്ട് എൻ്റെ കയ്യിൽ ഇല്ലെങ്കിലും ഒരു നേരത്തെ ഭക്ഷണത്തിനൊന്നും ബുദ്ധിമുട്ട് വരില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. എല്ലായിടത്തും ഉണ്ട്. ഇപ്പം ഞാൻ വളരെ ഈ അടുത്ത ഒരു സംഭവം ഉണ്ടായി. എൻ്റെ വൈഫിന് പെട്ടെന്ന് മൂക്കിലെന്തോ ഒരു ബ്ലീഡിങ് വന്നിട്ട് ഞാനൊരു
എസെൻറ്റ് എന്ന് പറഞ്ഞൊരു ഫേമസ് ഹോസ്പിറ്റലുണ്ട്. അവിടെ ഞാൻ പോയപ്പോൾ ഇപ്പോൾ എന്നെ കണ്ടപ്പോൾ ആ കുട്ടി റെക്കഗ്നൈസ് ചെയ്തു. അപ്പോൾ സാറാണ്, കുറേ കാലം മുമ്പ് പഠിപ്പിച്ചതാണ് ഞാൻ. അപ്പോൾ അവരെ എൻ്റെ ഫാമിലീനെ പരിചയപ്പെടുത്തുന്നതൊക്കെ അങ്ങനെയാണ് അവിടെ. അതൊരു മറക്കാനാവാത്ത വലിയൊരു അനുഭവം. അതൊക്കെ അനുഭവങ്ങളാണ്. നമ്മൾ ഏതൊരു സ്ഥലത്ത് എത്തിയാലും ഇപ്പോൾ ഒരുവിധം എല്ലാ കോളേജുകളിലൊക്കെ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ കാണുമോ അതിൻ്റെ അകത്ത്. അത് നമുക്കൊരു പ്രൗഡ് മൊമെന്റ് ആണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം എന്ന് പറയുന്നത്. അപ്പോൾ അധ്യാപനം എന്ന മേഖലയിൽ സാർ എത്ര വർഷമായി? ഞാൻ 30 വർഷത്തിലധികമായി ഈ മേഖലയിൽ. ഞാനങ്ങനെ നമ്മളൊക്കെ സാധാരണ പോലെ പഠിച്ചു പോകുമ്പോൾ ഒരു കെമിസ്റ്റ് ആയിരിക്കുന്ന സമയത്ത് അന്ന് ഈ +2 സമ്പ്രദായം ആദ്യമായിട്ട് വരിക, പ്രീ ഡിഗ്രി കളഞ്ഞിട്ട്. അപ്പോൾ ഈ +2 അധ്യാപകരിലേക്ക് ഗവൺമെൻറ് ഇങ്ങനെ ഈ ഗസ്റ്റ് ലെക്ചേഴ്സിനെയൊക്കെ എടുക്കുമ്പോൾ ഞാൻ പാരലായിട്ട് അവിടെ ക്ലാസ് എടുക്കാൻ പോവുകയായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചറിയാണ്. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫിസിക്സിലെ പ്രൊഫസർ, അത് ഈ പാരലൽ ഫീൽഡ്, എൻട്രൻസ് ഫീൽഡ് തന്നെ അന്നേ ഉണ്ടായിരുന്ന സേതുമാധവൻ സാറ്, അദ്ദേഹമൊക്കെ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മളെ പല സ്ഥാപനങ്ങളിലും അതുപോലെ പ്രൊഫസർ PC തോമസ്, അദ്ദേഹമൊക്കെ ഒരുപാട് എനിക്ക് വളരെ ഈ മേഖല പരിചയപ്പെടുത്തി തന്ന ആളുകളാണ്. അപ്പം അങ്ങനെ ഒരുപാട് പേര് എന്നെ ഈ മേഖലയിലേക്ക് വരാൻ സഹായിച്ചിട്ടുണ്ട്. ബെർലിനുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സാറാണ് വേൽമുരുകൻ സാർ അല്ലേ? തീർച്ചയായിട്ടും ബെർലിനിൽ നമുക്കറിയാം ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സാറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സാറ് പഠിപ്പിച്ച ഒരുപാട് വിദ്യാർത്ഥികൾ ബെർലിനിൽ നിന്ന് ഇതിനോടകം കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സാറിന് നൽകുന്നൊരു സന്തോഷം എന്ന് പറയുന്നത് വലുതാണ്. കാരണം കേരളത്തിൽ ഏത് മെഡിക്കൽ കോളേജിലൊക്കെ ചെന്നാലും നമ്മുടെ വിദ്യാർത്ഥികളാണ് ഭൂരിഭാഗവും ഉള്ളത്. തീർച്ചയായിട്ടും ഇന്നിപ്പം നമുക്കറിയാലോ, ആകെയുള്ള മെറിറ്റ് സീറ്റിൽ മുഴുവനും മെജോറിറ്റി നമ്മളെ വിദ്യാർത്ഥികൾ മാത്രമേ ഉള്ളൂ. യെസ്. അപ്പോൾ സാർ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ബ്രില്യൻറ്റിനെ കുറിച്ച്, ബ്രില്യൻറ്റിൻ്റെ സിസ്റ്റത്തെക്കുറിച്ച്, ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികളെക്കുറിച്ച്, അതൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് സാറിൻ്റെ അല്ലേ? ബ്രില്യൻ്റ് ഒരു അത്ഭുതം തന്നെയല്ലേ. നമുക്കറിയാം ഇതിൽ ഒരുപാട്, അതായത് ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ് ബ്രില്യൻ്റ് എന്ന് പറയുന്നത്. സത്യത്തിലൊരു അധ്യാപകരോ അങ്ങനെയൊന്നും അല്ല. ബ്രില്യൻറ്റിൽ A to Z നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും അത്യാവശ്യക്കാരാണ്, ഒരാളും വേസ്റ്റ് അല്ല. എന്നാൽ എല്ലാവരും അത്യാവശ്യമാണെന്ന് പറഞ്ഞാലും ഇതിൽ ആരെയും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അത് അതിൻ്റെ ഒരു മനോഹാരിതയാണ്. നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് നീങ്ങി നിൽക്കുകയാണെങ്കിൽ തന്നെ, അതായത് ഒരാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും എളുപ്പമുണ്ട്. പക്ഷേ ഇതിൽ ഓരോ ഇൻഡിവിജ്വലും അത്ര തന്നെ പ്രാധാന്യം പോലെയാണ്. നമ്മൾ ഈ കറിയിലൊക്കെ ഉപ്പ് എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പോൾ കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും നമ്മൾ ഉപ്പ് എന്നല്ലേ പറയുന്നത്, അല്ലെങ്കിൽ നമ്മളൊന്നും പറയാറില്ലല്ലോ. അതിൽ എല്ലാവരും എസെൻഷ്യലാണ്. ഇതിൽ ഓരോ കമ്പോണൻറ്റും എസെൻഷ്യലാണ്. ആരും വേസ്റ്റ് അല്ല. ഇതിലെല്ലാവരും അവരവരുടെ ജോലി കൃത്യമായി നിർവഹിക്കുന്ന, ഇതൊരു അത്ഭുതം തന്നെയായിട്ടാണ്. ഇത്രയും വലിയൊരു സ്ഥാപനം ഇത്രയും ഭംഗിയോടുകൂടി നടന്നു പോകുക എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമല്ലേ? അത് വളരെ അത്ഭുതമാണ്. നമ്മൾ സാധാരണ ഡീൽ ചെയ്യുന്ന പോലെ കുറേ ഫയലുകൾ വെച്ചുള്ള പരിപാടിയല്ലല്ലോ. ജീവനുള്ള കുറേ കുട്ടികളെ ഒരേപോലെ കൊണ്ടുപോവുക, അതൊരു അത്ഭുതം തന്നെയാണ്. അങ്ങനെ ഒരു സംഭവം ഇത്രയും ഭംഗിയിൽ ഒരു എണ്ണം കൊണ്ടൊക്കെ കുട്ടികൾ ഒരുപാട് പല സ്ഥലങ്ങളിലും ഉണ്ടാവാം. പക്ഷേ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ആ കുട്ടികളുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ടീച്ചേഴ്സും ക്ലാസ് ടീച്ചേഴ്സൊക്കെ ഇവിടെ ചെയ്യുന്ന റോള് വളരെ വലുതല്ലേ? അതെ, തീർച്ചയായിട്ടും വലുതാണ്. സാർ തീർച്ചയായിട്ടും വർഷങ്ങളായിട്ട് സാറിന് ഈ ഒരു എൻട്രൻസ് പരിശീലന രംഗത്ത് തന്നെ വളരെ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരുപാട് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സാറ് നമ്മുടെ ബ്രില്യൻറ്റിൽ ജോയിൻ ചെയ്തൊരു സമയമുണ്ട്, ആൻഡ് സ്റ്റിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് സാറ് ബ്രില്യൻറ്റിനെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്ന കുറേ ഫാക്ട്സ് ഉണ്ട് സാറ് മനസ്സിലാക്കിയ. അപ്പോൾ അതിൽ സാറിന് എടുത്തു പറയേണ്ട പോയിന്റ്സ് ഒക്കെ എന്തായിരിക്കും? ബ്രില്യൻറ്റിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വിദ്യാർത്ഥി താല്പര്യത്തോടു കൂടി വരുവാണെങ്കിൽ അത് അവന് അത്രത്തോളം, അവനത്ര ഫീസ് ഒന്നും അല്ലല്ലോ അവിടുത്തെ ടീച്ചേഴ്സ് നോക്കുന്നതും ആരും ഒന്നും നോക്കുന്നത്. അവൻ എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ടോ അത്രത്തോളം കൊടുക്കാനുള്ള കഴിവുണ്ട്. നമ്മളിവിടെ കൊടുക്കുന്ന പരീക്ഷകളുടെ എണ്ണം, അതുപോലെ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ്, ഇതൊന്നും വേറൊരു സ്ഥലത്തും കിട്ടില്ല കുട്ടിക്ക്. അത്രയും ഭംഗിയിൽ അത് ആവശ്യമുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും സഹായിക്കാൻ കഴിവുള്ള ടീച്ചേഴ്സ്. അവൻ ലോവർ പൊട്ടൻഷ്യൽ ആണെങ്കിലും ആദ്യമേ ഒരു ഹയർ പൊട്ടൻഷ്യൽ വരണം എന്നില്ല. ഇപ്പോൾ ലോവർ പൊട്ടൻഷ്യൽ ആണെങ്കിൽ തന്നെ അവനെ പതുക്കെ പൊന്തിച്ചു കൊണ്ടുവന്ന് ഉന്നതങ്ങളിൽ എത്തിക്കാനുള്ള ഒരു സന്നദ്ധത ബ്രില്യൻറ്റ് കാണിക്കുന്നത് അത്ഭുതമാണ്.
മറ്റു പല സ്ഥലങ്ങളിലും കാണാത്തൊരു കാര്യമാണ്. നമ്മൾ കൊടുക്കുക, ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും 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 കൊടുക്കാനുള്ളൊരു സന്നദ്ധത അത് ഭയങ്കര കൂടുതലാണ്. വേൽമുരുകൻ സാറിനെ കുട്ടികൾ കിങ് ഓഫ് കെമിസ്ട്രി എന്നൊക്കെ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സാറിൻ്റെ ലൈവൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കമൻസുകളൊക്കെ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സാർ കെമിസ്ട്രി എങ്ങനെയാണ് വർക്കൗട്ട് ആയത്? ഞാൻ 10th പഠിക്കുന്ന സമയത്ത് ഒരു രാമദാസ് സാർ വന്നായിരുന്നു. അദ്ദേഹത്തിനെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുവഴി ഞാൻ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ് നമുക്ക് നല്ലത് എന്ന് മനസ്സിലാക്കിയായിരുന്നു. എനിക്ക് കെമിസ്ട്രിയാണ് കൂടുതൽ എളുപ്പത്തിൽ വഴങ്ങുന്ന ഒരു സബ്ജക്റ്റ് എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനും എനിക്ക് പ്രാവണ്യം കെമിസ്ട്രിയിലാണെന്ന് സാർ തിരിച്ചറിയാം. അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് സാർ കെമിസ്ട്രി പോലെ തന്നെ മറ്റ് സബ്ജക്റ്റുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അല്പം ഫിസിക്സ് ഒക്കെ എടുക്കുമായിരുന്നു ആദ്യകാലത്ത്. അത് ഇപ്പോൾ ഇതിന് മുമ്പേ ഫിസിക്സിലെ ടീച്ചേഴ്സും അവർ കെമിസ്ട്രിയും ഫിസിക്സുമായിട്ട് കുറേ ബന്ധമുണ്ട്. സബ്ജക്റ്റിൻ്റെ ഒക്കെ ബേസിക് ആയിട്ടെന്ന് പറയുമ്പോൾ എല്ലാം സയൻസ് തന്നെയാണല്ലോ. ഇപ്പം നമ്മളിപ്പോൾ ഈ ഫിസിക്സിൽ നോബൽ സമ്മാനം കിട്ടുന്നത് എന്നൊക്കെ പറയുന്നത് പലപ്പോഴും കെമിസ്ട്രിയിൽ കൂടുതൽ ഡീപ്പായിട്ട് പോയ ആൾക്കാർക്കാണെന്നൊക്കെ മനസ്സിലാക്കാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ ഫിസിക്സിൽ ആ ഏരിയയിൽ വരുന്ന ചില സംശയങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നേ ഉള്ളൂ. സാർ അതുപോലെ തന്നെ നമുക്ക് ബെർലിനിൽ ഒരു അധ്യാപക ലോകമുണ്ട്, ഒരു വലിയൊരു കൂട്ടായ്മയാണ് അല്ലേ എല്ലാ സബ്ജക്റ്റിലും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുമായിട്ടൊക്കെ സാർ ഒരുപാട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ കണ്ടു സാറ് കയറി വരുമ്പോൾ നമ്മുടെ ചന്ദ്രലാൽ സാറും ഒക്കെ ആയിട്ട് വളരെ സന്തോഷത്തോടുകൂടി നിറഞ്ഞ ചിരിയോടുകൂടിയൊക്കെ സംസാരിക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ളൊരു സൗഹൃദം അതൊരു വലിയൊരു പ്രൊഫഷണൽ മേഖല തന്നെയാണ്. അതിനെക്കുറിച്ച് സാർ പറയും. ഞാൻ പറഞ്ഞല്ലോ, ഈ ബ്രില്യൻറ്റിൻ്റെ ഒരു ആകർഷണീയത തന്നെ അതാണ്. എല്ലാവരും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഹൃദയം കൊണ്ട് തന്നെ അടുക്കുകയാണ്. ഒരു ബിഗ് ഫാമിലിയാണത്. അപ്പോൾ ആ ഫാമിലിയിൽ എല്ലാവരും ഒരേപോലെ തന്നെയാണ്. അതെല്ലാവരും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് എന്നതുപോലെ തന്നെ അത് പിന്നെ ഓരോ ടീച്ചേഴ്സും അതിൽ വളരെ പ്രധാനപ്പെട്ടവരാണല്ലോ. അപ്പം ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഒരുപാട് കാര്യം ഷെയർ ചെയ്യുകയും അങ്ങനെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ എല്ലാവരും പരസ്പരം സ്നേഹത്തോടു കൂടി തന്നെയാണ്. സാർ അതുപോലെ തന്നെ സാറ് ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ സാറിനെ കേൾക്കാൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ സാർ പലപ്പോഴും ഈ അത്ഭുതം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും വലിയ അത്ഭുത പ്രതിഭാസം അവരാണ് അല്ലേ? അപ്പോൾ നമ്മുടെ കുട്ടികളെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? നമ്മളെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ക്രീമല്ലേ ഇപ്പോൾ. അത് എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കുന്ന വേറൊരു കാര്യമുണ്ട്. ഈ ക്രീം കാൻഡിഡേറ്റിനെ മാത്രം എടുത്ത് നമ്മൾ ട്യൂഷൻ കൊടുക്കുന്ന പരിപാടിയല്ല സത്യത്തിൽ. ഇപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഇവിടെ വരുമ്പോൾ ക്രീം കാൻഡിഡേറ്റ് നമ്മളെ ഓപ്റ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. പലപ്പോഴും നമ്മളൊരു മാർക്ക് ക്രൈറ്റീരിയനൊക്കെ വെക്കാറുണ്ടെങ്കിലും ആ മാർക്ക് ക്രൈറ്റീരിയൻ സീറ്റിൻ്റെ ലിമിറ്റേഷൻ കൊണ്ട് വെക്കുന്നതാണ്. അല്ലാതെ ക്രീം കാൻഡിഡേറ്റിന് മാത്രം എടുത്ത് പരിപോഷിക്കുക എന്നല്ല. ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, പലപ്പോഴും നമുക്ക് അഡ്മിഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് വന്ന കുട്ടികൾ പോലും അവരെ നമ്മൾ പഠിപ്പിച്ച് നല്ല വിജയം കരസ്ഥമാക്കാൻ പറ്റിയിട്ടുണ്ട്. അവർക്ക് ആ വില്ലിങ്നെസ് മതി ടീച്ചേഴ്സ് പറയുന്നത് കേൾക്കുക. അപ്പോൾ അവരുടെ ആഗ്രഹവും വളരെ കനത്തതാവുകയും അവർ തിരഞ്ഞെടുത്ത മാർഗം കറക്റ്റും ആണെങ്കിൽ അവർക്ക് വളരെ ഉന്നതങ്ങളിലെത്താൻ പറ്റും. അപ്പോൾ നമ്മളെ കുട്ടികൾ പൊതുവേ നല്ല കുട്ടികളാണ്. കേരളത്തിലെ ടോപ്പ് ബ്രെയിൻ ഇവിടെയാണല്ലോ ഓപ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞു വരുന്നത് അത് വെച്ചാൽ മോശമാണെങ്കിലും അവർക്കും കയറി വരാനുള്ള സൗകര്യങ്ങളുണ്ട്. പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ ചില ഏരിയയിലൊക്കെ ആ സ്കൂളിൽ ഏറ്റവും ടോപ്പ് അവനായിരിക്കും. അപ്പോൾ അവൻ അറിയുന്നില്ല ഇനിയും എത്രത്തോളം പഠിക്കാനുണ്ടെന്ന്. കാരണം അവൻ വിചാരിക്കുന്നത് ഞാനാണ് ഏറ്റവും മിടുക്കെന്നാണ്. അപ്പം നമ്മളെപ്പോലുള്ള ഒരു സ്ഥാപനത്തിലേക്ക് വരികയും ഇവിടെയുള്ള മറ്റ് അധ്യാപകരുടെയൊക്കെ കോൺട്രിബ്യൂഷനൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ അവൻ വിചാരിച്ചതിനേക്കാൾ ഈ രീതിയിൽ ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം എന്നൊക്കെ ടീച്ചേഴ്സ് പറയുന്നത് കേൾക്കുമ്പോൾ അവന് അതിഭയങ്കരമായ ഗ്രോത്ത് അല്ലേ ഉണ്ടാവുന്നത്. അതാണ് അതിൻ്റെ കാര്യം. സാർ അതുപോലെ തന്നെ സാറ് ക്ലാസ്സുകളിലേക്ക് കയറുമ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് കെമിസ്ട്രി അവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് സാറിൻ്റെതായ ചില ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, പലരും ചോദിക്കാറുണ്ട്. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ സബ്ജക്റ്റ് സയൻസ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ സബ്ജക്റ്റാണ്, ബേസിക് സബ്ജക്റ്റാണ്.
അതിൽ കുറച്ച് ബേസിക് ലോസേ ഉള്ളൂ. ഇപ്പോൾ ചന്ദ്രനിലെത്തിയാലും എവിടത്തേക്ക് മനുഷ്യൻ പോയാലും അതിനൊക്കെ ഉപയോഗിക്കുന്ന ഫണ്ടമെൻ്റൽ ട്രൂത്ത് വളരെ സിമ്പിളാണ്. അപ്പോൾ അതിനെ അതേപോലെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന് എന്ത് ചോദ്യം വന്നാലും ഈ ഫണ്ടമെൻ്റൽ പോയിന്റിൽ നിന്ന് എത്താൻ പറ്റും. അതുകൊണ്ട് അനാവശ്യമായി നമ്മൾ ട്രിക്സുകൾ എന്നൊക്കെ പറയുന്നത് നല്ലതാണെങ്കിലും സയൻസ് ആസ് എ ബേസിക് സബ്ജക്റ്റ് നമുക്ക് ഫണ്ടമെൻ്റൽ ട്രൂത്ത് അറിയുകയാണെങ്കിൽ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഇതേ വരുള്ളൂ അതിൻ്റെ ആൻസർ എന്ന് പറയാനാണ് എളുപ്പം. അതാണ് ഏറ്റവും സത്യമായ കാര്യം. നമ്മൾ ട്രിക്കിൻ്റെ പിറകെ പോകുമ്പോൾ നമുക്ക് ചിലപ്പോഴും ഇതുപോലുള്ള വലിയ കോമ്പറ്റീറ്റീവ് പരീക്ഷയ്ക്കൊക്കെ പങ്കെടുക്കുമ്പോൾ ട്രാപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. സാറിനോട് ഉടനീളം ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ സാറിൻ്റെ ഒരു ഭാഷാ ശൈലി ഉണ്ടല്ലോ, നല്ല കോഴിക്കോടൻ സ്ലാങ്. സാറിൻ്റെ നാട് കോഴിക്കോടാണ്, ബേസിക്കലി കോഴിക്കോടായിരുന്നു. യെസ്. അപ്പോൾ നാടിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്, വീടിനെ കുറിച്ച് പറയാനുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നമ്മുടെ ഫാമിലിയെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. എൻ്റെ വീട് ഇപ്പോൾ കോഴിക്കോടാണ്. അതെ. വൈഫ് വീട്ടിലുണ്ട്, 2 പെൺകുട്ടികളാണ് എനിക്ക്. അതിൽ മൂത്തയാള് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS ആണ്. ഏത് ഇയർ സാർ? അവളിപ്പോൾ 3 മാസം കൂടിയേ ഉള്ളൂ ഇനി ഹൗസ് സർജൻസിക്ക്, ഫൈനൽ ഇയർ ആണ്. വലിയൊരു ഭാഗ്യമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ, പഠിപ്പിച്ച മോള് അവളും അവളെ കൂട്ടത്തിലുള്ള കൂട്ടുകാർ മുഴുവനും മെജോറിറ്റി പേരും എന്റെ സ്റ്റുഡന്റ് തന്നെയാണ്. അപ്പൊ അവരൊക്കെ പലപ്പോഴും വീട്ടിലേക്കൊക്കെ വരാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും സാറിന്റെ മോളും കൂട്ടുകാരും ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അവരോട് സാർ ഇപ്പൊ തന്നെ ഒരു വിഷു അവർക്കൊക്കെ വിഷു ഓൾ ദ ബെസ്റ്റ്. സാർ അതുപോലെ രണ്ടാമത്തെ മോള് ഇപ്പോ എഞ്ചിനീയറിംഗ് ഫീൽഡ് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് ആണ്. അവൾ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇപ്പോൾ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. അവളിപ്പോൾ ബാംഗ്ലൂരാണുള്ളത്. സർ തീർച്ചയായിട്ടും മോളുടെ ഒപ്പം ഭൂരിഭാഗം വിദ്യാർത്ഥികൾ നമുക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജൊക്കെ ബ്രില്യൻ്റ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ബ്രില്യൻ്റിലെ അധ്യാപകനാണ് സാറ് അല്ലേ? മോളും ഇപ്പോൾ 3rd ഇയർ എത്തി. അപ്പോൾ ആ മോൾ ആ ഒരു കമ്പാനിയനൊക്കെ സാറിനെ കുറിച്ച് അല്ലെങ്കിൽ ബ്രില്യൻറ്റിനെ കുറിച്ചൊക്കെ സാറിനോട് ചോദിക്കാറുണ്ട്. അതാണ് പലപ്പോഴും അവളെ കംപ്ലൈന്റ്. എന്താ അറിയോ, എവിടെ പോയാലും അച്ഛനെ പരിചയമുള്ളവരെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അല്ല, ഏത് മെഡിക്കൽ കോളേജ് ചെന്നാലും അച്ഛനെ പരിചയമുള്ള ഉണ്ടാവുള്ളൂ. അത് അവർ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അത് ഭയങ്കര അഭിമാനമാണ്. കാരണം മോള് ഡോക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന സമയത്ത് മറ്റുള്ള ഒരു ഫാദർ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ വളരെ അഭിമാനത്തോടുകൂടി പറയാണ്, എൻ്റെ ഫാദർ ബ്രില്യൻറ്റിലെ കെമിസ്ട്രി സബ്ജക്റ്റിലെ പ്രൊഫസറാണ്, പ്രൊഫസർ വേൽമുരുകൻ സാർ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു പ്രൗഡ് ഫീലിംഗ്. അത് പലപ്പോഴും അവള് മറച്ചു വെക്കാറുണ്ട് എന്നും പറയാറുണ്ട്. അതെ കൊള്ളാം. സാർ തീർച്ചയായിട്ടും ഒരു അധ്യാപകൻ എന്ന രീതിയിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഏറ്റെടുത്ത ഒരാളാണ് സാറ്. സാറിന് ഭയങ്കരമായൊരു സ്വാധീനം നമ്മുടെ ഈ ഒരു സമൂഹത്തിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അച്ഛനായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവായിട്ടുള്ള വേൽമുരുകൻ സാറിനെ കുറിച്ച്. ബ്രില്യൻറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ അതൊരു ബ്ലെസ്സിങ് ആണ്. നമുക്ക് ഫാമിലിയിലൂടെ ഷെയർ ചെയ്യാനുള്ള സമയങ്ങളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അത് ബ്രില്യൻ്റ് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലാണ്. അപ്പോൾ നമുക്ക് അവരെ കൂടെ സ്പെയർ ചെയ്യാനുള്ള സമയം, അപ്പോൾ നമ്മളിപ്പോൾ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ ആണെങ്കിൽ തന്നെ വളരെ ഭംഗിയിലാണ് അവരത് ചെയ്യുന്നത്. ഇപ്പം ഇന്ന സമയങ്ങളിൽ ഇന്ന സമയത്ത് സാറ് ഫ്രീ ആവണമെന്ന് നമ്മളെക്കാളും അവർ ചിന്തിക്കുന്ന പോലെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ കംപ്ലൈൻറ്റ് ഇല്ല. ഇപ്പോൾ അച്ഛനെ അവൈലബിൾ ആയിരിക്കും, ഈ സമയത്ത് അവൈലബിൾ ആക്കാം എന്നൊക്കെ അവർക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും. അത് നല്ല കാര്യമാണ്. സർ 41 വർഷമായിട്ട് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ ഇന്ത്യയിലെ നമ്പർ 1 എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന വിദ്യാർത്ഥികളെല്ലാം ഏറ്റുപറയുന്ന ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം അതിൻ്റെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് റിസൾട്ടുകളാണ്. റിസൾട്ടുകൾ സൃഷ്ടിക്കുന്ന ബ്രില്യൻറ്റിനെ ഇന്ത്യ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ സാറിന് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കണ്ട റിസൾട്ട് ആൻഡ് ബ്രില്യൻറ്റ്. പൊതുവെ ഒരു ചൊല്ലുണ്ടല്ലോ, എ ട്രീ ഈസ് നോൺ ബൈ ഇറ്റ്സ് ഫ്രൂട്ട്സ്. നമ്മളുടെ വിദ്യാർത്ഥികൾ, റിസൾട്ട് വാങ്ങിയ വിദ്യാർത്ഥികൾ തന്നെയാണ് പല ഭാഗത്തേക്കും നമ്മളെ പേരുകൾ എത്തിക്കുന്നത്. അവരാണ് അതിൻ്റെ അംബാസഡേഴ്സ്. അപ്പോൾ മറ്റൊന്നും അതിൽ വേറൊരു പ്രസക്തിയല്ല. അതിൽ പരസ്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മൾ പരസ്യപ്പെടുത്തുന്നത് തന്നെ അവരുടെ റിസൾട്ടുകളാണല്ലോ. അതിൽ തന്നെ നമുക്കറിയാം, നമ്മൾ ക്യാമ്പസിൽ കയറുന്ന കുട്ടികളുടെ എല്ലാ ഫോട്ടോ പോലും നമുക്ക് വെക്കാൻ പറ്റാറില്ല ബ്രില്യൻറ്റിൽ. മറ്റു സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയല്ല. അവർ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നു എന്നല്ലാതെ അതിലുള്ള പലർക്കും ക്യാമ്പസിൽ കയറാൻ പറ്റുമോ എന്ന് പോലും അവർ ചിന്തിക്കുന്നില്ല. നമ്മൾ വെറുതെ ഫോട്ടോ ഫില്ല് ചെയ്യല്ലോ പത്രത്തിൽ. സത്യസന്ധമായിട്ട് ജെന്യുവൻ ആയിട്ടുള്ള റിസൾട്ട് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. ഈ മേഖലയിൽ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, അയ്യോ ഇതാണ് അത്. അതുകൊണ്ട് നമ്മൾ വേറെ അതിന് പരസ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ല. കാരണം നമ്മുടെ റിസൾട്ട് തന്നെ മതി. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഇതുപോലെ റിസൾട്ട് വാങ്ങുന്ന മറ്റു സ്ഥാപനങ്ങൾ
എന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ തന്നെ കിടപിടിക്കുന്ന പല റിസൾട്ടുകളും നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. നല്ല നല്ല ക്യാമ്പസുകളിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് കയറാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന സിസ്റ്റമാറ്റിക് വർക്കാണ് അതിൻ്റെ പ്രധാന കാര്യം. കുട്ടിയുടെ കഴിവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ കുട്ടിയുടെ വില്ലിങ്നെസ് ആണ്. അത് എനിക്ക് വേണം എന്നൊരു ആഗ്രഹം മതി കുട്ടിക്ക്. പിന്നെ ഇവിടെ ആയിക്കോളും, ബ്രില്യൻ്റിലെ ടീച്ചേഴ്സ് ആയിക്കോളും ബാക്കി കാര്യങ്ങളൊക്കെ. അധ്യാപനം എന്നത് കേവലം തൊഴിൽ മാത്രമല്ല, അത് മറ്റൊരാളുടെ ജീവിതത്തിലേക്കുള്ള പ്രകാശത്തിൻ്റെ കിരണങ്ങൾ കൂടിയാവണമെന്നാണ് വേൽമുരുകൻ സാറ് പറഞ്ഞവസാനിപ്പിച്ചതിൻ്റെ എല്ലാം പൊരുൾ. സ്നേഹിച്ചുകൊണ്ട് പഠിപ്പിക്കുക, അതൊരു മഹത്തായ പ്രതിഭാസമാണ്. അത്തരത്തിൽ നിരവധി അധ്യാപകരാണ് ബ്രില്യൻറ്റിലുള്ളത്. അവരെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാം മീറ്റ് ദ ലെജൻസിൻ്റെ അടുത്ത അധ്യായവുമായി വീണ്ടും കാണാം. നന്ദി. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.